ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്? വേഗവും പ്രവേഗവും അല്ലേ, സ്പീഡും വെലോസിറ്റിയും. അന്ന് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? രണ്ട് ചെറിയ പ്രോബ്ലം ചെയ്തിരുന്നു. ഇതേപോലത്തെ ഫിഗർ ഉണ്ടായിരുന്നു, ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം വെച്ച് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അതായത് എന്ത് കാണാനായിരുന്നു? വേഗം അല്ലേ, സ്പീഡ് കാണാനായിരുന്നു. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്ത്? സ്പീഡ്. വേഗം എന്താണ്? ദൂരം ബൈ സമയമാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടു അല്ലെ. ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടിയിരുന്നു അല്ലെ. ബിൻ്റെത് എ ബി, ബി സി, സി ഡി, അങ്ങനെ കുറെ കണ്ടു നമ്മൾ. അതൊക്കെ വ്യത്യാസമായിരുന്നു. ആൻസർ ഒക്കെ എന്താണ്? വ്യത്യാസമായതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ആ ഒബ്ജക്റ്റ്, ആ വസ്തു സഞ്ചരിച്ചത് എന്ത് എങ്ങനെയാണ്? അസമവേഗത്തിലാണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അസമവേഗത്തിലാണ് അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡിലാണെന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കില്ല, നമുക്ക് വേഗം ചെയ്ത് നോക്കാം. എ ബി, എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. എത്രയാണ് ഈ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എത്രയാണ്? അതാണ് ഇനീഷ്യൽ 0 മീറ്റർ, ഇത് ഫൈനൽ 2 മീറ്റർ. അപ്പൊ എത്രയാണ് ഗ്യാപ്പ്? 2 മൈനസ് 0 എത്രയാണ്? ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2 സെക്കൻഡ് ആണ് അല്ലെ. 0 സെക്കൻഡ് 2 സെക്കൻഡ് ആണ്. അപ്പൊ എത്ര കൊടുത്ത ഇന്റർവെൽ എത്രയാണ്? ആ ഗ്യാപ്പ് എത്രയാണ്? 2 അല്ലേ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. ഇതാണ് വേഗം. ആ ഒബ്ജക്റ്റിന്റെ എയിൽ നിന്ന് ബിയിലേക്കുള്ള വേഗം എത്രയാണ്? 1. എന്താണ് വേഗത്തിന്റെ യൂണിറ്റ്? സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? അത് ഡിസ്റ്റൻസ് ആണ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് മീറ്റർ ബൈ സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? എയിൽ നിന്ന് ബിയിലേക്കുള്ളത്. ഇനി ബിയിൽ നിന്നും സിയിലേക്ക് പറയൂ. ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ്? ബിയിൽ നിന്നും സിയിലേക്ക്. സി എത്രയാണ്? 4 മീറ്റർ. ബി എത്രയാണ്? 2. അപ്പൊ ഈ ഗ്യാപ്പ് എത്ര ഉണ്ടാവുക? 4 മൈനസ് 2 അല്ലേ. 4 മൈനസ് 2 ഡിവൈഡ് ബൈ ടൈം ഗ്യാപ്പ് എത്രയാണ്? 4 മൈനസ് 2 അല്ലേ. 4 സെക്കൻഡ് ആണ് ഫൈനലി. ഇനീഷ്യൽ അല്ലേ, തുടക്കം എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അവസാനത്തെ എത്ര സെക്കൻഡ് ആയപ്പോഴാണ്? 4 സെക്കൻഡ് ആയപ്പോഴാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് എത്ര ഉണ്ടാവുക? 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ്. 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2/2 ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് സി ടു ഡി. ഇത് നിങ്ങൾ പറഞ്ഞു കേട്ടോ. എത്രയാണ് ഗ്യാപ്പ് ഇവിടെ? എത്രയാണ് ദൂരം? ഡിസ്റ്റൻസ് എത്രയാണ്? ദൂരം 6 മൈനസ് 4. അപ്പൊ എത്ര? 2 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 6 മൈനസ് 4 അല്ലേ. അത് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. ഇനി DE. DE എത്രയാണ് നോക്കൂ. D to E അല്ലേ. എത്രയാണ്? ഈ 8 മൈനസ് 6 എത്രയാണ്? 8 മൈനസ് 6 2 അല്ലേ. ബൈ ടൈം എത്രയാണ്? 8 മൈനസ് 6 അത് 2 തന്നെയാണ്. അപ്പൊ 2/2 എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ അടുത്ത് E to F. അതും തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം 1 മീറ്റർ പെർ സെക്കൻഡ്. ലാസ്റ്റ് എത്രയാണ്? G എത്രയാണ്? സോറി FG ആണ്. FG ആവും എത്രയായിരിക്കും? 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? ഇതൊക്കെ വേഗമാണ്, സ്പീഡാണ് അല്ലേ. ആ ഒബ്ജക്റ്റിന്റെ സ്പീഡാണ്. അതൊക്കെ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അതുകൊണ്ട് ഈ വസ്തു, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് എങ്ങനെയാണ്? യൂണിഫോം സ്പീഡിലാണ് അല്ലെങ്കിൽ സമവേഗത്തിലാണ്. ഓക്കെ, യൂണിഫോം സ്പീഡിലാണ് അല്ലെങ്കിൽ സമവേഗത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ് ഈ സമവേഗം അല്ലെ, അതുപോലെ അസമവേഗം പറഞ്ഞു അല്ലെ. യൂണിഫോം സ്പീഡ് പറഞ്ഞു, അതേപോലെ നോൺ യൂണിഫോം സ്പീഡ് പറഞ്ഞു. ഇനി ആണ് വെലോസിറ്റി. ചെയ്യാറില്ലേ? എന്താ വെലോസിറ്റി? എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. എന്താ പറയാ? പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇല്ലേ. യെസ്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്താലോ? ഇത് ചെയ്ത് തന്നെയാണ്. ഇത് വേറെ മോഡൽ നമുക്ക് ചെയ്ത് നോക്കാം. A B C D. ബിയിലേക്ക് എത്രയാണ്? 20 മീറ്റർ ആയിക്കോട്ടെ. ടൈം എത്രയാണെന്ന് പറയാം. ടൈം 2 സെക്കൻഡ് എടുക്കാം കേട്ടോ. ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ് ഉണ്ടാവുന്നത്? അതൊരു 10 മീറ്റർ. ടൈം എത്രയാണ്? 1 സെക്കൻഡ് എടുക്കും കേട്ടോ. ബിയിൽ നിന്നും സിയിലേക്ക് എത്ര ദൂരം ഉണ്ട്?
എത്രയാണ് ദൂരം, ഡിസ്റ്റൻസ് എത്രയാണ്, 10 മീറ്റർ ആണ്. ടൈം എത്രയാണ്, 1 സെക്കൻഡ് ആണ്. ഇനി എയിൽ നിന്നും സിയിലേക്ക് നമുക്കൊരു 15 എടുക്കാം. 15 മീറ്റർ. ടൈം എത്ര എടുക്കാം നമുക്ക്, 2 സെക്കൻഡ് എടുക്കാം. ഓക്കെ, കാണുന്നില്ലേ? നെക്സ്റ്റ് സിയിൽ നിന്നും ഡിയിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ് എടുക്കാം നമുക്ക്, 10 എടുക്കാം. 10 മീറ്റർ. 10 വേണ്ട, ഒരു 20 എടുക്കാം. 20. ടൈം നമുക്ക് 2 സെക്കൻഡ് എടുക്കാം. എ ടു ഡി, എയിൽ നിന്നും ഡിയിലേക്കുള്ള നമുക്ക് ആവശ്യമില്ല, അത് പറഞ്ഞോട്ടെ. നമ്മൾ ചെയ്ത് നോക്കല്ലേ. ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം, ഒന്നുകൂടി ചെയ്ത് നോക്കാം. എ ടു ഡി എത്രയാണ് ഡിസ്റ്റൻസ്, ഒരു 30 മീറ്റർ കൊടുക്കാം. 30 മീറ്റർ. ടൈം എത്ര കൊടുക്കാം നമുക്ക്, ഒരു 3 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് കാണണം, ഈ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്നും ബി വഴി സി വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്, ഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേഗവും അതുപോലെ തന്നെ പ്രവേഗവും കണക്കാക്കുക, സ്പീഡും വെലോസിറ്റിയും കണക്കാക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. സ്പീഡ് കേട്ടോ, സ്പീഡ് അല്ലെങ്കിൽ വേഗം. ഇവിടെ എന്താണ് വെലോസിറ്റി, പ്രവേഗം അല്ലേ, പ്രവേഗം. അപ്പം നമുക്ക് എ ടു ബി നോക്കാം. എ ടു ബി രണ്ട് കേട്ടോ. എ ടു ബി എത്രയാണ് ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, നമുക്കറിയാം. സ്പീഡ് കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗം കാണുന്ന ഇക്വേഷൻ എന്താണ്, ദൂരം ബൈ സമയമല്ലേ. അപ്പൊ എ ടു ബി എത്രയാണ് ഡിസ്റ്റൻസ്, 20 മീറ്റർ ആണ്. 20 അല്ലേ, ബൈ സമയം എത്രയാണ്, എയിൽ നിന്നും ബിയിലേക്ക് എത്ര ഡിസ്റ്റൻസ്, ദൂരം 20 മീറ്റർ ആണ്. സമയം എത്രയാണ്, 2 സെക്കൻഡ് ആണ്. അപ്പൊ എത്ര ആൻസർ, 20/2 10. പിന്നെ സ്പീഡിന്റെ വേഗത്തിന് യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് നോക്കാം വെലോസിറ്റി. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി നോക്കിക്കൂടെ. വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ, സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരം എങ്ങനെ കാണുക, എ ആണ് ഇനീഷ്യൽ പോയിന്റ്, ആദ്യ സ്ഥാനം. ബി ആണെന്ത്, അന്ത്യസ്ഥാനം, ഫൈനൽ പോയിന്റ്. നേർരേഖ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക, അതും 20 തന്നെയല്ലേ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ ടൈം എത്ര തന്നെയാണ്, 2 സെക്കൻഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്. എത്ര ആൻസർ ഉണ്ടാവുക, 20/2 എത്രയാണത്, 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, ഈ ഒരു സമയത്ത് എയിൽ നിന്നും ബിയിലേക്ക് ഒബ്ജക്റ്റിന്റെ സ്പീഡും വെലോസിറ്റി എന്താണ്, തുല്യമാണ്, ഈക്വൽ ആണ്. എന്താണ് കാരണം, ഈ വസ്തു സഞ്ചരിച്ചപ്പോൾ എങ്ങനെയാണ്, നേർരേഖയിലാണ് അല്ലെ, സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും, ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്താ പറയുക, നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെ, നേർരേഖയിൽ ഒരേ ദിശയിൽ അല്ലെ, ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ വേഗവും പ്രവേഗവും എന്തായിരിക്കും, തുല്യമായിരിക്കും. സ്പീഡും വെലോസിറ്റി എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി ആ ഒബ്ജക്റ്റോടെത്തി എയിൽ നിന്നും ബി വരെ എത്തിയിട്ടുണ്ട്, സിയിലേക്ക് എത്തിയിട്ടുണ്ട്. എയിൽ നിന്നും സിയിലെ എ ടു സി എത്രയാണ് ദൂരം, ഇവിടെ എത്രയാണ്, 20 + 10 മീറ്റർ. അത് കൂട്ടണ്ടേ, എയിൽ നിന്നും ബി വഴി സിയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയാണ് ദൂരം, 20 + 10 എത്രയാണ്, 20 + 10 ഡിവൈഡ് ബൈ ടൈം എത്രയാണ്, ഇവിടെ 2 സെക്കൻഡ് ഉണ്ട്, ഇവിടെ എത്രയാണ്, 1 സെക്കൻഡ് ഉണ്ട്. 2 + 1 അപ്പൊ എത്ര ഉണ്ടാവുക, 20 + 10 എത്രയാണ്, 13 ഡിവൈഡഡ് ബൈ 2 + 1 എത്രയാണത്, 3 അല്ലേ. അപ്പോ 13/3 എത്ര ആൻസർ, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്, സ്പീഡ് അല്ലെങ്കിൽ വേഗം. ഇനി നമുക്ക് വെലോസിറ്റി കണ്ടുകൂടെ. എ ടു സി, ഈ ഒബ്ജക്റ്റ് എയിൽ നിന്നും സിയിലേക്ക് പോയ വെലോസിറ്റി എത്രയാണെന്ന്. ഇനീഷ്യൽ പോയിന്റ് എവിടെയാണ്, നമുക്കറിയാം വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ, പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം ആയതുകൊണ്ട് നമുക്കറിയാം എയിൽ നിന്നും ഈ ഒബ്ജക്റ്റ് സിയിലേക്ക് എത്താനുള്ള സ്ഥാനാന്തരം. അപ്പോൾ എ ആണ് എന്ത്, ഇനീഷ്യൽ പോയിന്റ് എന്ന് വെച്ചാൽ ആദ്യ സ്ഥാനം, സി ആണ് എന്ത്, അന്ത്യസ്ഥാനം അല്ലെ, ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫൈനൽ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആദ്യ സ്ഥാനത്തിൽ നിന്ന് അന്ത്യസ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നേർരേഖ വരയ്ക്കുക.
എത്രയാണത്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 15 അല്ലേ? 15 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2. എത്രയാണ് ആൻസർ? 15/2 എത്രയാണ്? 7.5 മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്രയാണ് വേഗം? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എത്രയാണ്? 7.5. ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഇത്ര മാത്രമേ ഉള്ളൂ. നേർരേഖയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ദൂരത്തിന്റെ കേസിൽ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ അറിയില്ല. ഡിസ്റ്റൻസും അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ഓർമ്മയില്ലേ? അവിടെ എങ്ങനെയാണ് റിലേഷൻ എന്തായിരുന്നു? ഒരിക്കലും അല്ലേ, ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടൂല. ഇനി എപ്പോഴാണ് തുല്യമാവില്ല? എപ്പോഴാണ്? നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ വേഗം, ഈ പ്രവേഗം ഒരിക്കലും വേഗത്തേക്കാൾ കൂടൂല. പ്രവേഗം ഒരിക്കലും വേഗത്തേക്കാൾ എന്തില്ല, കൂടിപ്പോവില്ല. പിന്നെ എപ്പോഴും എന്തായിരിക്കും അത്? കുറവായിരിക്കും. ചില സമയങ്ങളിൽ രണ്ടും എന്തായാലും തുല്യമായിരിക്കും. അത് എപ്പോഴാണ്? നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴാണ്. വെലോസിറ്റി ഒരിക്കലും സ്പീഡിനേക്കാൾ കൂടി പോവാറില്ല. പിന്നെ ചില സമയങ്ങളിൽ തുല്യമാകും. അത് എപ്പോഴാണ്? വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ നേർരേഖയിലെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഒബ്ജക്റ്റ് എയിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ വെലോസിറ്റി എത്രയായി? 7.5 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി എ ടു ഡി, എയിൽ നിന്നും ഡിയിലേക്കാണ് പോകുന്നത് ഒബ്ജക്റ്റ്. എത്രയായിരിക്കും? ഡിസ്റ്റൻസ് എത്രയാണ്? 20 + 10 എത്രയായി? 13 + 20 എത്രയായി? 15 അല്ലേ? 50 അല്ലേ? കൂട്ടി നോക്കൂ. ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? ഇവിടെ 2 ഉണ്ട് അല്ലേ? 2 + 1 3 + 2 എത്രയായി? 5 അല്ലേ? അപ്പോൾ 50/5 എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഇനി നമുക്ക് നോക്കാം അതിനെന്ത് വെലോസിറ്റി കണ്ടോടെ? എ ടു ടി വെലോസിറ്റി. ഇനിഷ്യൽ പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ഫൈനൽ പോയിന്റോ? ഡി ആണ്. സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഒരു എന്താ പറയുക, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 30 അല്ലേ? 30 ടൈം എത്രയാണ്? 3 സെക്കൻഡ് അല്ലേ? യെസ്. 30/3 എത്രയാണ്? പറയൂ. അതാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. യെസ്, ഇതാണ് ഈ വെലോസിറ്റിയും പ്രവേഗവും ഒക്കെ കാണാനുള്ള എന്താ പറയുക ഇക്വേഷൻ. പ്രോബ്ലം ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചെറിയ പോയിന്റ് പറഞ്ഞു തരാൻ കേട്ടോ, ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. ഇനി സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്ന് വെച്ചാൽ വേഗം കാണാനുള്ള ഇക്വേഷൻ പറയൂ, ദൂരം ബൈ സമയമാണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? ഒരിക്കലും എന്താ പറയുക, നമ്മുടെ വെലോസിറ്റി പ്രവേഗം ദൂരത്തെ നമ്മുടെ സ്പീഡിനേക്കാൾ അല്ലെ വേഗത്തേക്കാൾ കൂടൂല. പിന്നെ ചില സമയങ്ങളുണ്ട് രണ്ടും തുല്യമാകും. അത് എപ്പോഴാണ്? നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു കാർ, ഇത് എ എന്ന കാറാണ്, ഇവിടെ ബി എന്ന കാറുണ്ട്, ഡി എന്ന കാറ്, ഇത് സി എന്ന കാറ്. ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞില്ല, എ എന്ന കാർ എന്താ പറഞ്ഞിട്ടുള്ളത്? എ എന്ന കാറ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈംസിൽ ഈക്വൽ സമയത്ത് എന്ത് ചെയ്യാണ്? തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. എ എന്ന കാറ് തുല്യ സമയത്ത് തുല്യ ദൂരം ചെയ്യുന്നുണ്ട്, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ എ എന്ന കാറിന്റെ പ്രവേഗം യൂണിഫോം എന്താ പറയുക വെലോസിറ്റി ആണോ അതോ നോൺ യൂണിഫോം വെലോസിറ്റി ആണോ? സമപ്രവേഗമാണോ അതോ അസമപ്രവേഗമാണോ ചോദിച്ചിട്ടുള്ളത്? പറഞ്ഞെന്താ മനസ്സിലായോ? എ എന്നൊരു കാറുണ്ട്, ആ കാർ എന്ത് ചെയ്യുന്നുണ്ട്? നേർരേഖയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? തുല്യ സമയത്ത് തുല്യ ദൂരം എന്ത് ചെയ്യാൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത് 1 സെക്കൻഡ്. അപ്പോൾ 10 മീറ്റർ എന്ത് ചെയ്ത് മൂവ് ചെയ്തു. അടുത്ത 1 സെക്കൻഡിൽ എന്ത് ചെയ്ത് വീണ്ടും 10 മീറ്റർ മൂവ് ചെയ്തു. അടുത്ത 1 സെക്കൻഡിൽ വീണ്ടും എന്ത് ചെയ്ത് 10 മീറ്റർ മൂവ് ചെയ്തു. ഇങ്ങനെ തുല്യ സമയത്ത് ഈക്വൽ എന്താ പറയുക ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ കവർ ചെയ്യുകയാണ്. ഈ ഒരു മോഷൻ എന്താണ്? ഈ ഒരു മൂവ്മെന്റ് എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? സമവേഗമാണ്. കാരണം എന്താണ്?
തുല്യ ദൂരം അല്ലേ, ഒക്കെ ഒരേ ഈക്വൽ എന്താ പറയാ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ടൈം ഒക്കെ ഈക്വൽ അല്ലേ, അതുകൊണ്ട് ഇതിന്റെ വെലോസിറ്റി ഒക്കെ എന്താ ഈക്വൽ ആവൂലേ, അതുകൊണ്ട് എന്താണ് യൂണിഫോം സ്പീഡ് യൂണിഫോം വെലോസിറ്റി ആണ് അല്ലെങ്കിൽ സമപ്രവേഗമാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് ബി എന്ന കാർ. ശ്രദ്ധിക്കട്ടെ നിങ്ങൾ, ബി എന്ന കാർ എന്താണ് മൂവ് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇതാ സെക്കൻഡ് ഒക്കെ ഒന്ന് തന്നെ 1 സെക്കൻഡ് ആണ്, ഇവിടെ ഒക്കെ 1 സെക്കൻഡ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് 10 മീറ്റർ ഇത് മൂവ് ചെയ്തു, ഇത് 2 മീറ്റർ ആണ് മൂവ് ചെയ്യുന്നത്, ഇത് വീണ്ടും 10 മീറ്റർ ആയി, ഇത് 3 മീറ്റർ ആയി. ഇത് സമപ്രവേഗമാണോ അതോ അസമപ്രവേഗമാണോ? യൂണിഫോം വെലോസിറ്റി ആണോ നോൺ യൂണിഫോം വെലോസിറ്റി ആണോ? യെസ്, ഇതെന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. കാരണം എന്താണ് ഈക്വൽ അല്ലേ, ഈക്വൽ എന്തുണ്ട് ഇന്റർവൽ ഓഫ് ടൈം തന്നെയാണ്, ടൈം ഒക്കെ എന്താണ് ഈക്വൽ ആണ്. പക്ഷെ അതിന്റെ ദൂരം ആ ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് എന്താണ് ബി എന്ന കാർ എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അതേപോലെ തന്നെ അസമപ്രവേഗമാണ്. ഇവിടെ എന്താണ് സമപ്രവേഗം, അതേപോലെ തന്നെ യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. അതേപോലെ വേഗം തന്നെയാണ് ഇവിടെ തുല്യം തന്നെ അല്ലേ, വേഗം കാണുന്ന ഇക്വേഷൻ എന്താണ് ദൂരം ബൈ സമയമല്ലേ, ഇവിടെയൊക്കെ തുല്യ ദൂരം തന്നെ അല്ലേ, ടൈം ഒക്കെ തന്നെ അല്ലേ. അതുകൊണ്ട് ഈ എ എന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയും അതേപോലെ സ്പീഡും എന്താണ് ഈക്വൽ ആണ്. ഇവിടെ പ്രവേഗവും അതേപോലെ വേഗവും എന്താണ് തുല്യമാണ്. ഇവിടെ രണ്ടും തന്നെയാണ് നോൺ യൂണിഫോം ആണ്, നോൺ യൂണിഫോം സ്പീഡ് ആണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. കാരണം എന്താണ് ടൈം ഒക്കെ ഒന്ന് തന്നെയാണ് അല്ലേ, ഒരേ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, വെലോസിറ്റി എന്തെങ്കിലും ചേഞ്ച് ചെയ്യൂലേ. യെസ്, ഇനി അടുത്ത പോയിന്റ്, അത് പ്രത്യേക പോയിന്റ് ആണ്. ഒരു സി എന്ന കാർ എങ്ങനെ മൂവ് ചെയ്യുന്നത്? സർക്കുലർ മോഷനിലാണ്, വർത്തുള ചലനത്തിലാണ്, വട്ടത്തിൽ എന്ത് ചെയ്യാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി എന്ന കാർ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുകയാണ്, വർത്തുള ചലനത്തിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാർ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, ഈ കാർ ഈക്വൽ സ്പീഡിലാണ് അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം എന്താ 1 സെക്കൻഡിൽ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നുണ്ട്, എത്ര 10 മീറ്റർ, അടുത്ത 1 സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ, അടുത്ത 1 സെക്കൻഡിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് 10 മീറ്റർ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ 1 സെക്കൻഡിലും 10 മീറ്റർ മൂവ് ചെയ്തുകൊണ്ട് തന്നെ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു കാർ യൂണിഫോം സ്പീഡിലാണ് അല്ലെങ്കിൽ സമവേഗത്തിലാണ് ഈ കാർ ഇങ്ങനെ വർത്തുള ചലനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി ആണോ അത് നോൺ യൂണിഫോം വെലോസിറ്റി ആണോ? ഇവിടെ ഉണ്ടാകുന്ന പ്രവേഗം സമപ്രവേഗമാണോ അതോ അസമപ്രവേഗമാണോ? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് സമപ്രവേഗമാണെന്ന്, പക്ഷെ അതെന്തല്ല സമപ്രവേഗമല്ല, ഇത് യൂണിഫോം വെലോസിറ്റി അല്ല, ഇതെന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, അസമപ്രവേഗമാണ്. എന്താണ് കാരണം? ഞാൻ പറഞ്ഞു നിങ്ങളോട് അല്ലെ, വെലോസിറ്റി ആര് നോക്കുന്നുണ്ട്? ഡയറക്ഷൻ നോക്കുന്നുണ്ട് അല്ലേ. കാരണം വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ. ആ ഡിസ്പ്ലേസ്മെന്റ് ആര് നോക്കുന്നുണ്ട്? ഡയറക്ഷൻ നോക്കുന്നുണ്ട് അല്ലേ. ഈ പ്രവേഗം ആര് നോക്കുന്നുണ്ട്? പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയമാണ്. ഈ സ്ഥാനാന്തരം ആര് നോക്കുന്നുണ്ട്? ആ ദിശയെ നോക്കുന്നുണ്ട് പറഞ്ഞിരുന്നു നിങ്ങളോട് നേരത്തെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പ്രവേഗം എന്ത് നോക്കുന്നുണ്ട്? വെലോസിറ്റി എന്ത് നോക്കുന്നുണ്ട്? ദിശ നോക്കുന്നുണ്ട്, ഡയറക്ഷൻ നോക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഈ വട്ടത്തിൽ കറങ്ങുമ്പോ ദിശ മാറിക്കൊണ്ടേ ഇരിക്കുന്നില്ലേ, ഡയറക്ഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നില്ലേ? യെസ്, ഈ ദിശ മാറിയത് കൊണ്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ മാറിയത് കൊണ്ട് ഇതെന്താണ്? ഇതിന്റെ വെലോസിറ്റി എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, അസമപ്രവേഗമാണ്. പക്ഷേ സ്പീഡ് തന്നെയാണ്, യൂണിഫോം സ്പീഡ് ആയിക്കോട്ടെ നീ സമവേഗമായിക്കോട്ടെ, പക്ഷെ വർത്തുള ചലനത്തില് എങ്ങനെ പോയാലും ആ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്താണത്? ആ നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ എന്താ പറയാ അസമപ്രവേഗമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി ഞാൻ ചെറിയൊരു പോയിന്റ് പറയാനുണ്ട്. 2 പോയിന്റ് ആണ് കേട്ടോ. ഒന്നെന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, രണ്ടാമത്തത് വെക്ടർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി അത് വെക്ടർ ക്വാണ്ടിറ്റി. 2 ക്വാണ്ടിറ്റികളുണ്ട്. വെക്ടർ സി ആണത്, വെക്ടർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റിന്റെ എന്താ പറയാ ഒരു മലയാള നിയമമാണ് എന്ത്? അദിശ അളവ്. അദിശ അളവ്. വെക്ടർ ക്വാണ്ടിറ്റിൻ്റെതോ സദിശ അളവ്. ഈ അദിശ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അല്ലെ, ഈ മലയാള ടേമില് ഈ ആ വന്ന സംഭവം ഇല്ലാന്നാണ് അല്ലെ, ദിശ ഇല്ലാത്തത് അല്ലെ, ആ ദിശ ഇല്ലാത്തത്, സദിശ ദിശയുള്ളത് അല്ലെ. മറ്റേ
സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്കേലർ ക്വാണ്ടിറ്റികൾക്ക് എന്തുണ്ടാകും? അതിന് അദിശ അളവാണ്. എന്ന് വെച്ചാൽ ഈ സ്കേലർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, സ്കേലർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. അദിശ അളവുകൾക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പരിമാണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ എന്തില്ല? ആ ദിശ നോക്കുന്നില്ല. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റി എന്താ പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷനും ഉണ്ടാകും. സദിശ അളവുകൾക്ക് എന്തുണ്ടാകും? അതിന് പരിമാണവും ഉണ്ടാകും, ദിശയും ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല. ഈ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഇത് എന്താണ്? ഡിസ്റ്റൻസ് സ്കേലർ ക്വാണ്ടിറ്റി ആണോ, വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? സദിശ അളവാണോ, അദിശ അളവാണോ? യെസ്, ദൂരം ആരെ നോക്കുന്നില്ല? ദിശയെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ നേരത്തെ. ഡിസ്റ്റൻസ് ഡയറക്ഷൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൂരം ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ആരെ നോക്കുന്നുണ്ട്? ദിശയെ നോക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്ഥാനാന്തരം ദിശയെ ഡയറക്ഷൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി സ്പീഡ് അല്ലേ? സ്പീഡ് ഓർമ്മയില്ലേ? വേഗം ദിശയെ നോക്കുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങളോട് അല്ലേ? നേരത്തെ പറഞ്ഞു വേഗം എന്ത് നോക്കുന്നില്ല? ദിശയെ നോക്കുന്നില്ല. അപ്പൊ എന്ത് ക്വാണ്ടിറ്റിയാണ് ഈ വേഗം? നമ്മുടെ സ്പീഡ് ഡയറക്ഷൻ നോക്കാത്തത് കൊണ്ട് ഈ സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്ത പോയിന്റ് വെലോസിറ്റി പഠിച്ചു നമ്മൾ. വെലോസിറ്റി അല്ലെങ്കിൽ എന്താ പറയാ? പ്രവേഗം. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം. ഈ വെലോസിറ്റി എന്ത് നോക്കുന്നുണ്ട്? ദിശ നോക്കുന്നുണ്ട് അല്ലേ? പ്രവേഗം ദിശയെ നോക്കുന്നുണ്ട്. അപ്പോ ഈ പ്രവേഗം വെലോസിറ്റി എന്ത് നോക്കുന്നുണ്ട്? ഡയറക്ഷൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യത്തിൽ ആരൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയുമാണ്. സ്ഥാനാന്തരവും പ്രവേഗവും എന്ത് ക്വാണ്ടിറ്റിയാണ്? സദിശ അളവാണ്. സ്ഥാനാന്തരവും പ്രവേഗവും സദിശ അളവുകളാണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഡിസ്റ്റൻസും സ്പീഡും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ദൂരവും അതേപോലെ വേഗവും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ അല്ലെ? അദിശ അളവാണ്. സംബന്ധം മനസ്സിലായില്ലേ? അദിശ അളവ് അല്ലെങ്കിൽ സ്കേലർ ക്വാണ്ടിറ്റി എന്താണ്? അതിന് പരിമാണം മാത്രമേ ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാകും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകും. എന്താണ് ഈ പരിമാണം? മാഗ്നിറ്റ്യൂഡ് അതാണ് 10 kg അല്ലേ? 10 മിനിറ്റ് അല്ലേ? എന്താ പറയാ? 10 മീറ്റർ. ഈ ടണ്ണൊക്കെ ഇല്ലേ? ഇതാണ് എന്ത്? പരിമാണം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സംഭവം. ഡയറക്ഷൻ എന്താണ്? അത് ഈസ്റ്റിലോട്ട് പോയി, വെസ്റ്റിലോട്ട് പോയി, മനസ്സിലായോ? വലത്തോട്ട് പോയി, ഇടത്തോട്ട് പോയി, അതുപോലെ എന്താ പറയാ? പടിഞ്ഞാറിലോട്ട് പോയി, തെക്കിലേക്ക് പോയി എന്നൊക്കെ പറയില്ലേ? അതാണ് ഡയറക്ഷൻ. അത് ആരും നോക്കുന്നില്ല? ദൂരവും സ്പീഡും നോക്കുന്നില്ല, വേഗവും ദൂരവും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും നോക്കുന്നില്ല. ദിശയെ നോക്കുന്നില്ല, ഡയറക്ഷൻ നോക്കുന്നില്ല. അതുകൊണ്ട് സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ബാക്കി രണ്ടും എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.